ഇപ്പൊ മേക്കപ്പ് ഒന്നും ഇല്ലാതിരിക്കുകയാണല്ലേ ഇതില്? ഒന്നുമില്ല, ഈ മുറിവ് മാത്രം. ഓക്കെ, പക്ഷെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. ചേച്ചിയുടെ കണ്ണുകൾ ഭയങ്കര പ്രത്യേകതയുണ്ട്. അച്ഛൻ്റെ അതേ സായിച്ചേട്ടൻ്റെ അതേ കണ്ണുകളാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ സീരിയലിലെ തുടക്കം തൊട്ടൊരു വില്ലത്തി കഥാപാത്രമായിട്ടാണ് കയറി വന്നത്. ആ കണ്ണുകളുടെ ഒരു പ്രത്യേകത. ദൈവത്തിന്റെ അനുഗ്രഹം. അതിൽ ഇപ്പോൾ ഫിലിം ആയിരുന്നോ തുടക്കത്തിലെ ചേച്ചിയുടെ ഒരു ആഗ്രഹം, അതോ സീരിയലിലോട്ട്? ഫിലിമും അല്ല, സീരിയലും അല്ല, ഡബ്ബിംഗ് ആയിരുന്നു എൻ്റെ മനസ്സിലാണ് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഫീൽഡിലേക്ക് വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ്റെ പാത പിന്തുടരണം, അങ്ങനെ ഒരു അച്ഛൻ്റെ പാത പിന്തുടരുന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അച്ഛൻ അങ്ങനെ ഒരു നമ്മുടെ അടുത്തൊരു താല്പര്യം കാണിച്ചിട്ടില്ല ഈ ഫീൽഡിൽ വരണമെന്നോ അങ്ങനെ അച്ഛൻ്റെ പാത പിന്തുടരണമെന്നൊന്നും അച്ഛനൊരു താല്പര്യം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറാം, അങ്ങനെയില്ല. പ്രോപ്പറായിട്ടൊരു ജോബ് അല്ലാതെ വാങ്ങിച്ച് ചെയ്യുക. പിന്നെ അത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. റെക്കമെൻഡേഷൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നും പരിപാടിയും അച്ഛൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കരുത്. സായി ചേട്ടൻ ശരിക്കും ലൈഫിൽ നല്ല സ്ട്രിക്റ്റ് ആണോ? ജോളി ആയിട്ടുള്ള ഒരാളാണ്. അതെ, എനിക്ക് തോന്നുന്നു സായി ചേട്ടൻ നായകനായിട്ടും ഉണ്ട് വില്ലനായിട്ടും ഉണ്ട്. എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലേ? അതൊരു അതുല്യ കലാകാരൻ, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത. അതെ, അത് ആ സമയത്തുള്ള ഒട്ടുമിക്കെന്നല്ല, എല്ലാവരും ലെജൻസ് എന്നല്ലേ നമ്മൾ പറയുന്നത്. തീർച്ചയായും റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ഒരാളെ പോലും ഒരു സിനിമ കണ്ടിട്ട് അതിന് പകരം ഇന്ന ആളെ നമുക്ക് വെച്ചാലൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതിനകത്ത് ഒരാളാണ് സായികുമാർ എന്ന് പറയുന്നത്. അച്ഛൻ എന്നുള്ളതിലുപരി ആക്ടർ എന്നുള്ള രീതി പറഞ്ഞത്. ഇപ്പം ഈ സീരിയലിലെ ചേച്ചിയുടെ കഥാപാത്രം എന്ന് പറയുന്നത് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളൊരു, എന്ന് വെച്ചാൽ നെഗറ്റീവ് ഷെയ്ഡ് എന്നും പറയാം, പക്ഷെ അതിലൊരു പോസിറ്റീവ് ഉണ്ടല്ലേ? എനിക്ക് തോന്നുന്നു അതിന്റെ എന്താണ് ആ കഥാപാത്രത്തിൽ? ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയത് വൈജയന്തി ആളൊരു പാവമാണ് ബേസിക്കലി. പിന്നെ അവരുടെ ലൈഫ് സിറ്റുവേഷൻസിലൂടെ അവർ ഈ ഒരു അഡമൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് മാറിയ ഒരാളാണെന്നും ഈ ഒരു ദേഷ്യമൊക്കെ ഒരു വെച്ചുകെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ലൈഫിൽ വന്നിരിക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് അവർ കൂടുതൽ അറഗൻസിലേക്ക് പോകുന്നു. അതായത് അവർക്ക് എല്ലാവരും വേണം, എന്നാൽ അവർ ആ സ്നേഹം പുറത്ത് കാണിക്കുന്ന ഒരു ക്യാരക്ടറും അല്ല. അപ്പം എല്ലാവരും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ കൂടുതൽ നെഗറ്റീവ് ഒരു ക്യാരക്ടറായി മാറുന്നതായിട്ടാണ് ഞാൻ വൈജയന്തി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം ആക്സെപ്റ്റൻസ് ഓഡിയൻസിന്റെ ഇടയിൽ കൂടുതൽ കുറവായിരിക്കത്തില്ലേ? കൂടുതലല്ല, ശരിക്കും കുറവാണല്ലേ? ഇപ്പോഴും പണ്ടത്തെ കാലത്തൊക്കെ അമ്മമാരൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങും വന്ന് അടി കിട്ടിയിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്. അതുപോലെ ചേച്ചിക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. കാര്യം മുമ്പത്തേനും കാട്ടിയും ഇപ്പൊ കൂടുതലും ആൾക്കാർക്ക് ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ടും ഇത് ഇങ്ങനെ അഭിനയമാണെന്നുള്ളതും എല്ലാം കൂടുതലായിട്ട് അറിയാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ കൂടുതലാണല്ലോ. പക്ഷെ എന്നാലും ചില കമന്റ്സ് നമുക്ക് വരും, പേഴ്സണലി മെസ്സേജസ് വരും. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. ഇതെന്റെ 7ാമത്തെ സീരിയലാണ്. ഈ 7 സീരിയലിലും ഞാൻ ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഇതിനകത്ത് നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ പോലും അതിൽ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓഡിയൻസ്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നി ഈ പോസിറ്റീവ് ഒരു നായികയൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്യാൻ വന്നിരുന്ന, ഇപ്പം ഡയറക്ട്ലി കാണുമ്പോൾ പോയി സംസാരിക്കാൻ അവരങ്ങനെ ആയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു അമ്മമാരൊക്കെ. പക്ഷെ അവർ പാവമാണ്, പോയി സംസാരിക്കാം. യഥാർത്ഥ ജീവിതത്തിൽ അവരെങ്ങനെയാണ്? ചിലപ്പോൾ വളരെ സൈലന്റ് ആയിരിക്കും, ചിലപ്പോൾ തീരെ സംസാരിക്കാത്ത റിസർവ്ഡ് ആയിരിക്കും. അതൊന്നും നോക്കില്ല, അവരോട് വളരെ സ്നേഹത്തിൽ മോളേന്ന് വിളിച്ച് സംസാരിക്കും. പക്ഷെ ഈ വില്ലത്തികൾ ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒന്നും മടിക്കും. ശരി, 2 ദിവസം മുമ്പ് ഇവിടെ 2 അമ്മമാര് വന്നിരുന്നു. ഒരാള് ഈ സീരിയലിനകത്ത് കുഞ്ഞൊരു വേഷം മുമ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. വേറൊരു അമ്മ വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതേ ഉള്ളൂ, ഒന്നും വലുതായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ സാധാരണ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിലെ അമ്മ പറഞ്ഞു, എന്നാലും ആ കുട്ടി ഇത്രയും സ്നേഹമായിട്ടൊക്കെ നിന്നിട്ട് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിലായത്, ആ രീതിക്കാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞ അമ്മ ഞങ്ങൾ നേരിട്ട് വളരെ സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് സത്യമായിട്ടും സ്നേഹത്തിലാണോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ആലോചിച്ചു, ഈശ്വര അതെന്താ അങ്ങനെ? കാര്യം അവരൊക്കെ അത്രമാത്രം ഇത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഫിലിം എന്ന് പറയുന്നത് ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ കണ്ട് നമ്മളത് കഴിഞ്ഞു നമ്മൾ ഇറങ്ങി. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 1/2 മണിക്കൂർ നമ്മൾ ഇവരുടെ വീട്ടിൽ ചെന്ന് കയറുകയല്ലേ, ഇടിച്ച് കയറുക അങ്ങോട്ട്. അവര് ആ ഒരു രീതിയിൽ നമ്മളെ കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവാർഡിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതെ, അത് ഒരു ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ക്ലീഷേ സാധനം എപ്പോഴും സീരിയലുകൾ ഉള്ളതാണ്. പക്ഷെ അത് രസമാണ് ആൾക്കാർക്ക് കണ്ടിരിക്കാൻ. നമ്മൾക്ക് ഈ ലാസ്റ്റ് വരെ കണ്ടിരിക്കാൻ, ഏത് സീരിയലാണെങ്കിലും ഇവരെപ്പോഴാണ് മകളോട് സ്നേഹിക്കുന്നതെന്ന് കണ്ടിരിക്കാൻ എല്ലാവരും പറയുമ്പോൾ ഇത് ക്ലീഷയാണെന്ന് പറയുമെങ്കിലും ഇപ്പോഴും ഓഡിയൻസിന്റെ ഇടയിൽ ഇത് ആ ഒരു മൊമെന്റിന് വേണ്ടിയായിരിക്കും കാത്തിരിക്കുന്നത്. പക്ഷെ അന്നായിരിക്കും സീരിയലിന്റെ എന്നത്. നമ്മള് ഇപ്പൊ
മിക്ക കഥകൾ നോക്കിയാലും ക്ലീഷ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഹ്യൂമൻ ലൈഫിൽ നടക്കുന്ന കഥകളല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പോൾ അതിനകത്ത് ക്ലീഷ എന്ന് പറയുന്ന സംഭവം ഒബ്വിയസ്ലി വരും. പിന്നെ അതിനകത്ത് കൊണ്ടുവരുന്ന ചെറിയ വ്യത്യസ്തതകളും അഭിനയത്തിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളും ഒക്കെയാണ് അതിനെ വ്യത്യസ്തമായി മാറ്റുന്നത്.